ജൈവ കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഞങ്ങൾ അധ്യാപകരോടൊപ്പം പുതുപ്പള്ളിയിലെ കുട്ടൻ കർഷകരുടെ തോട്ടം സന്ദർശിച്ചു. അവിടെ എത്തിയപ്പോൾ മനോഹരമായി വളർത്തിയിരിക്കുന്ന പലതരം ജൈവ പച്ചക്കറികൾ ഞങ്ങൾ കണ്ടു. എങ്ങനെ കൃഷി പരിപാലിക്കണം, ജൈവവള ഉപയോഗം, പ്രകൃതിയോട് ചേർന്ന് എങ്ങനെ വിളവെടുക്കണം എല്ലാം അദ്ദേഹം വളരെ സ്നേഹത്തോടെ വിശദീകരിച്ചു. പാവലോ അല്ലെങ്കിൽ രണ്ടിടം പയറോ നമുക്ക് വീട്ടുമുറ്റത്ത് ചെയ്യാൻ ഈ ചെറിയ കൂടിൻ്റെ അകത്ത് മണ്ണും ചാണകവും കൂടെ കുഴച്ച് അതിനകത്ത് വിത്തിട്ട് കിളിപ്പിച്ച് നമുക്ക് വീട്ടിലുണ്ടാക്കാം. അത് രണ്ട് വെള്ളരി ഇത്ര ചെയ്തില്ല. വെള്ളരി കൃഷിയൊക്കെ 400 നടമായിരുന്നു ഇട്ടിട്ടുണ്ട്. അത് നഷ്ടപ്പെട്ടു പോയി. അതിനെങ്കിൽ കൃഷി എല്ലായിടത്തും എത്തിപ്പെടാൻ ഒത്തില്ല. പിന്നെ വഴുതനയുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പം പടവലം അവിടെ 1.5 ഏക്കറിൻ്റെ ചെയ്യാൻ പോകണം. അതിന് മരുന്ന് വെച്ചുകൊണ്ടിരിക്കുക, കളനാശിനി. പിന്നെ അത് കഴിയുമ്പം കപ്പയുണ്ട് 2.5 ഏക്കറിൻ്റെ. വാഴ 1000 കിലോനുണ്ട്. തോണ വാഴ പുറത്തു. ഇത് ഉണ്ടല്ലോ, അസുഖം ഉണ്ടല്ലോ, മിടുക്കൻ. ഇത് കണ്ടോ, ഇതൊരു അസുഖമാണ്. ഇത് ഇലപഴുപ്പ്. അതിന് സൂഡോമോണോ അടിക്കണം. അടിച്ചില്ല, അടിച്ചാൽ അത് മാറ്റം വരും. സൂഡോമോണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളമെടുത്ത് ഒരു 5-8 പ്രാവശ്യം എടുത്തു. അപ്പം വിളവെടുത്തു. പിന്നെ വിളവ് ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ എടുത്തു. ഇനിയിപ്പം ഈ ആഴ്ച ഒടുവിലേക്ക് ഇപ്പം സാധനിക്കുന്ന എനിക്ക് ഓസ് കിടക്കാണ്ട് അവിടെ കിടക്കാണ്ടില്ലേ. അവിടെ കിണറുണ്ട്. അവിടുന്ന് കിണറ്റിന്ന് മോട്ടറിട്ട് അടിക്കും. കോഴിക്കാട്ടല്ലേ, കോഴിക്കാട്ടം, ചാണകം, എല്ലുപൊടി, പിന്നെ സെറാമില്, വേപ്പ് പിണ്ണാക്ക് വേണം. വേപ്പ് പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ഇങ്ങനെയുള്ളതാണ് ജൈവവളങ്ങൾ. അത് എല്ലാം പല രീതിയിൽ എല്ലാം ഒന്നിച്ചല്ല ഇടുന്നത്, ഓരോ തട്ടുകളായിട്ട്. അപ്പം കാവലായി കഴിയുമ്പോഴത്തേക്ക് പിണ്ണാക്ക് പൊറ്റിക്കണം. അപ്പം നല്ല ഉണർവും നല്ല തണ്ടർത്തി കിട്ടും കാവൽ. അതാണ് പിണ്ണാക്കിൻ്റെ ഗുണം. പിന്നെ ഈ വേപ്പ് പിണ്ണാക്ക് ഇടുകയാണെങ്കിൽ കേട് കുറഞ്ഞ് കിട്ടും. അത് ജൈവവളമാണ് കേട്ടോ. മറ്റേ പിണ്ണാക്കും വില കൂടുതലാണ്. അത് ഏറ്റവും ഗുണപ്പെടും. കായ്ക്ക് അതിനോട് ഏറ്റവും ഗുണം കിട്ടുന്നതാണ്. ഇതിന് ഓരോ രീതിയിലുള്ള പിന്നെ വിൽക്കുന്നു കോട്ടൺ ടൗണിൽ. പിന്നെ കോട്ടയം അത് ഇതിപ്പം കുറച്ചേ ഉള്ളൂ. നമ്മുടെ പുതുപ്പള്ളിയിൽ എന്നാലും കോട്ടയത്ത് ഈയിടെ കൊണ്ടുപോയി 100-200 കിലോ ഉണ്ടായിരുന്നു. അത് കൊണ്ട് കൊടുത്തു. പിന്നെ അതുകൊണ്ടല്ലേ അച്ഛൻ്റെ രീതിയിൽ 3 സെൻറ്റ് അലയിലാണ് ഉണ്ടായിരുന്നല്ലോ. 1.5 ഏക്കർ ആയില്ലേ. അത് 40 വർഷം മുമ്പ് മുതലേ കൃഷിയായിരുന്നു. അതാണ് 16 വയസ്സായപ്പോൾ മുതലേ കൃഷിപ്പണിയിലേക്ക് പോകുന്നതാണ്. ഇപ്പം അച്ഛന് 71 വയസ്സുണ്ട്. കണ്ടെത്തുന്നു. തടയെടുത്ത് ആണ് ഈ ചാണകപ്പൊടി കൂട്ടി ഇളക്കി അവിടെ വിത്ത് മുളപ്പിച്ചിട്ട് കിളുത്ത് കഴിയുമ്പോഴാണ് പിന്നെ പൊടിവളം എന്ന് പറയുന്ന വളമുണ്ട്. പൊടിവളം എന്ന് പറഞ്ഞാൽ ആദ്യം നൈസായിട്ട് ചെയ്തതിന് പൊടിവളം എന്ന് പറയുന്നത്. അത് ഓരോരുത്തർ ചാണകപ്പൊടിയും പിന്നെ എല്ലുപൊടിയോ അതിൻ്റെ കൂടെ മറ്റുള്ള വളങ്ങൾ, അതായത് എല്ലുപൊടിയും പിണ്ണാക്കും, വേപ്പ് പിണ്ണാക്ക്, അതെല്ലാം കൂടെ കൂട്ടി ഇട്ട് ചതച്ചിട്ട് മൂടി. അതാണ് പൊടിവളം എന്ന് പറയുന്നത്. മനസ്സിലായി? പൊടിവളം ആദ്യം ചെയ്യുന്നത്. അപ്പോൾ അത് 10-11 ദിവസം ആകുമ്പം അതിന് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ചാണകപ്പൊടിയൊക്കെ ഇട്ട് ചെയ്യാം. പിന്നെ കാച്ചിലിൻ്റെ ചോട് ഇത് കണ്ടോ, ഇത് കാച്ചിലിൻ്റെ ചോട്. ഇത് ഇത്ര അകലത്തിലാണ് വരമ്പ് പോലെ എടുത്തിട്ട് നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് അവത്തി നട്ട് മണ്ണ് കൂട്ടി വെച്ചിരുന്ന 2 കൂന കൂട്ടി നെടുന്നീളത്തിൽ കുത്തി കമ്പിയായത്. ഇത് കമ്പി നെടുന്നീളം കാല് നാട്ടി കമ്പി വലിച്ചു കിട്ടും. അപ്പം കമ്പിയെ കയറി പയറ്, പാടവലം, പാവല ഇതൊക്കെ 60 ഭാഗമാകുമ്പോഴത്തേക്ക് കായ 45 ആകുമ്പോഴത്തേക്ക് കൂടും. 45 മുതൽ മുന്നോട്ട് കായ 60-65 ആകുമ്പോഴത്തേക്ക് നമുക്ക് കാ പറിക്കാൻ തുടങ്ങാം. ഈ വള്ളിയിലുണ്ടാകുന്ന സാധനങ്ങൾ ഏതൊക്കെയാ? കോവല്, പടവലം, പാവല്, പയറ്, വെള്ളരി. ഇതൊക്കെ 60 55 ഭാഗമാകുമ്പോഴത്തേക്ക് വെള്ളരിക്ക എടുക്കാം. അപ്പം മറ്റുള്ളതൊക്കെ ഇങ്ങനെ 60 ഭാഗമാകുമ്പോഴത്തേക്ക് കാവലം എടുക്കാം. മനസ്സിലായി? ചേന 6 മാസം കഴിയുമ്പോൾ പറിക്കാം. കണ്ടില്ലേ ചേന? അത് 6 മാസം കഴിയുമ്പോൾ അതിൻ്റെ വിളവാകും. അടുത്തതായി ഞങ്ങൾ പുതുപ്പള്ളിയിലെ സണ്ണിച്ചേട്ടൻ്റെ വീട്ടിൽ പോയി അവിടെ ജൈവവളം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാനായിരുന്നു. അടുക്കള മാലിന്യം ഉപയോഗിച്ച് പൈപ്പ് കമ്പോസ്റ്റ് എങ്ങനെ നിർമ്മിക്കാം, അതിൻ്റെ ഉപയോഗം, പ്രത്യേകത എല്ലാം വളരെ മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു നൽകി. ചാണകം, ക്ഷീമക്കുന്നയില, മുരിങ്ങയില എല്ലാം ഇട്ട് ഉണ്ടാക്കുന്ന ജൈവശ്രീ അത് എങ്ങനെ ചെടികൾക്ക് ഒഴിക്കാം എന്നും പറഞ്ഞു തന്നു.
അടുക്കള മാലിന്യം പച്ചക്കറിച്ചെടികളിൽ നിക്ഷേപിക്കുന്ന രീതി, ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എല്ലാം വിശദീകരിച്ചു നൽകി. കൂടാതെ മണ്ണിര കമ്പോസ്റ്റ്, വളനിർമ്മാണം എന്നിവയെല്ലാം കാണിച്ചു തന്നു. കൂടാതെ സണ്ണിച്ചേട്ടൻ്റെ വീട്ടിലെ പലതരം ജൈവ കൃഷികളും ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഇതിലൂടെ ജൈവ കൃഷിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. രാസവളം ഒഴിവാക്കി ജൈവവളം ഉപയോഗിച്ചാൽ മണ്ണും ആരോഗ്യമാവും, നമ്മളും ആരോഗ്യമാവും. ഇതൊരു നല്ല അനുഭവമായിരുന്നു.